ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിൽ എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ബിരിയാണി റൈസ് തന്നെയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഇതിന് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ അരിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ഇതുപോലെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആ ഒരു കൂടുതലുള്ള ഉള്ളിയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചുള്ളത് റൈസ് വേവിക്കുമ്പോൾ ഇടാൻ, പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഒരു പച്ചമുളക്, ഒരു കറി ലീവ്സിൻ്റെ ഒരു തണ്ട്, പിന്നെ ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് നമുക്കതിലേക്ക് ചേർക്കാം. പിന്നെ ഗ്രാമ്പൂ, പട്ട, ലീവ്സ്, ഏലക്ക ഒക്കെ 2-3 പീസ് വീതം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ലീവ്സ് 1. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഏതാണ്ടാവുന്ന മൂത്ത് വരുമ്പോൾ നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒപ്പം ഇട്ട് കൊടുത്താൽ ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്നുകൊണ്ട് ആയതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് മുന്തിരിയൊക്കെ ഒന്നുകൊണ്ട് ബബിളായി വരുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ഉള്ളി, നമ്മുടെ സവാള ചെറുതാക്കി അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അതും തന്നെ കരിയാതെ ശ്രദ്ധിക്കുക. കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉള്ളിയുടെ മണവും നമ്മുടെ റൈസ് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ എടുക്കാവും നല്ലത്. പിന്നെ ഞാൻ വലിയ സ്പൂണിന് 2 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 1.5 ഗ്ലാസ് അരിക്ക് ഇത്രയും നെയ്യും പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓൾറെഡി ഉണ്ടല്ലോ, അതും കൂടി ചേരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിരിക്കും. വല്ലാതെ എണ്ണമയൊന്നും ഇല്ലാതെ വല്ലാതെ അങ്ങോട്ട് താക്കാതെ നമുക്കത് ചോറ് കിട്ടും. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, അതുപോലെ 2-3 ഏലക്ക, ലീവ്സ് ഇതൊക്കെ നമ്മളതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക, ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ഇതിൻ്റെ മണമൊക്കെ ഒന്ന് വരുന്ന സമയത്ത്, ലീവ്സിൻ്റെയൊക്കെ മണമൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത്, പേസ്റ്റെല്ലാം ഒന്നും ചതച്ചതൊന്നുകൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഏതാണ്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി, ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണിത്, അപ്പോൾ അത് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊന്നും ഇഷ്ടമില്ലാത്തവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഉള്ളി ഇതുപോലെ വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആവും വേണ്ട, ഒന്നും ഇങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മതി, ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. പിന്നെ കറി ലീവ്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റിൻ്റെ പകുതിയോളം ഉണ്ട്. അത് നമ്മളൊന്ന് എണ്ണയിലൊന്നും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരമണിക്കൂറോ നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം വാരാൻ വെച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആ എണ്ണയിലും അതുപോലെ നെയ്യിലൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കാം. അരി ഒന്നിങ്ങോട്ട് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാതെ ഇങ്ങോട്ട് സ്പൂണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തട്ടാതെ പതുക്കെ ഇതാക്കുക, ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അരി പതുക്കെ ഒന്നുകൂടെ വറുത്ത് കൊടുക്കുക. 2 മിനിറ്റോളം ഒന്നുകൂടെ വറുത്തെടുത്താൽ മതി. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 ഗ്ലാസ് കറക്റ്റാണ്. നമ്മൾ ഈ ഒരു അരിക്കും അതുപോലെ തന്നെ ആ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം അത്ര കണക്കിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/4 സ്പൂണ് ഉപ്പ്. അപ്പോൾ നമ്മുടെ സ്പൂണിൻ്റെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ സ്പൂണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അധികമാവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് നമുക്കിതൊന്ന് കൂക്കിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിന് ഞാൻ 2 വിസിലാണ് അടുപ്പിക്കാറുള്ളത്. 3 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് വെന്തുടഞ്ഞ് പോകും. അപ്പോൾ 2 വിസിലാണെങ്കിൽ കറക്റ്റാണ്. നമ്മൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റായിട്ട് എവിടെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. കണ്ടോല്ല, ഒന്നും തൊടാതെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒന്ന് മുകളിലൊന്ന് ഇളക്കി, ചൂടോട് കൂടെ തന്നെ ഇളക്കരുത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇളക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുകളിലത്തതൊക്കെ ഒന്ന് സെൻറ്ററിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരി, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും ഏതാണ്ട് നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.